ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അവക്കാഡോയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല ബലമുള്ള പേശികൾ ഉണ്ടാകാനും ഹെൽത്തി ആയിട്ട് ശരീരം പുഷ്ടിപ്പെടുത്താനും സഹായിക്കുന്ന ഏറ്റവും മികച്ച നോൺ വെജ് ഓപ്ഷനുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ നോൺ വെജ് റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. 7 മുതൽ 8 മാസം കഴിഞ്ഞ നോൺ വെജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് ധൈര്യമായി കൊടുത്തു തുടങ്ങാൻ പറ്റിയ ഒന്നാണിത്. ചിക്കനിലെ പ്രോട്ടീൻ കുഞ്ഞിൻ്റെ ശരീരഭാരം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്തുകൊണ്ട് ചിക്കൻ അഡ്വൈസ് ചെയ്യുന്നു? പ്രോട്ടീൻ്റെ ഒരു പവർ ഹൗസ് ആണ് ചിക്കൻ. ചിക്കനിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ലീൻ പ്രോട്ടീൻ കുഞ്ഞുങ്ങളുടെ പേശികളുടെ വളർച്ചയ്ക്കും ശരീരഭാരം ഹെൽത്തി ആയിട്ട് വർദ്ധിപ്പിക്കാനും ഏറ്റവും മികച്ചതാണ്. രണ്ടാമതായി ബുദ്ധിശക്തിക്കും പ്രതിരോധ ശേഷിക്കും. ചിക്കനിലെ അയൺ സത്ത് വിളർച്ച, അതായത് അയൺ ഡെഫിഷ്യൻസി മാറ്റി ബുദ്ധിവികാസത്തിനും ഒപ്പം ശരീരത്തിൽ സിങ്കിൻ്റെ അളവ് കൂട്ടുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു. അടുത്തതായി ഇതിൽ ആവശ്യമുള്ള എനർജിയാണ്. ഒരു കുഞ്ഞിന് വേണ്ടുന്ന എനർജി ഹെൽത്തി ആയിട്ട് നൽകാൻ ഇത് ഏറ്റവും മികച്ചതാണ്. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: ചിക്കൻ ബോൺലെസ് വേണം, 2-3 കഷ്ണങ്ങൾ ആവശ്യമാണ്. വറുത്തു പൊടിച്ച ജീരകപ്പൊടി 1 നുള്ള് ദഹനത്തിന് നല്ലതാണ്. ആദ്യം ചിക്കൻ കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കുക. ഒരു പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വേവിക്കുക. ചിക്കൻ നന്നായി വെന്തുവെന്ന് ഉറപ്പായ ശേഷം ഇത് ചൂടാറാൻ അനുവദിക്കുക. വെന്ത ചിക്കൻ കഷ്ണങ്ങൾ ഒരു മിക്സിയിലോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ നന്നായി ഉടച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കുക. ചിക്കൻ വേവിച്ച വെള്ളം കൂടി ഒഴിച്ച് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇതിലേക്ക് 1 നുള്ളു ജീരകപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഹെൽത്തിയായ ഈ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചൂടാറിയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് നൽകുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തൊലിയില്ലാത്ത ചിക്കൻ മാത്രം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. ചിക്കൻ നന്നായി വേവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ദഹനം എളുപ്പമാക്കും. ഉച്ചയ്ക്കുള്ള ലഞ്ചായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞു നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ബുദ്ധിശക്തിയും ശരീരപുഷ്ടിയും വെക്കാൻ സഹായിക്കുന്ന ഈ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. വിശ്വസിച്ച് ധൈര്യമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അമ്മമാർ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വയ്ക്കണം: ഓരോ കുഞ്ഞും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും വളർച്ചയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞിനെ നോക്കി അവന് തടിയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനതില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും ആരോഗ്യവുമാണ് പ്രധാനം. ഓരോ പുതിയ ഭക്ഷണം കൊടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ വയറിൻ്റെ പരുവം നോക്കി മാത്രം അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിന് കൊടുത്തു നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.